ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പിജിന്റെ എയർ ഫ്രയറിന്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. നല്ല ഓഫറിൽ, അതായത് 50% പകുതി വിലക്കാണ് ആമസോണിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. റിവ്യൂ ആയിട്ട് ഇങ്ങനെ പറയാനൊന്നും ആയിട്ടില്ല, കാരണം ഞാൻ ആകെ ഒരു ഐറ്റം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ കുറെ യൂസ് ചെയ്തിട്ട് അതിന്റെ അപ്ഡേറ്റ് അറിയിക്കട്ടെ. എന്തായാലും 10 ദിവസത്തിനുള്ളിൽ റിട്ടേൺ ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ട് മാക്സിമം യൂസ് ചെയ്തിട്ട് അന്നേരം പറയാട്ടോ. ഇതാണ് എന്റെ ഒരു പാക്കിങ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതിന്റെ ഒറിജിനൽ റേറ്റ് കണ്ട 5999, അതായത് 6000 രൂപയാണ്. പക്ഷെ ഇത് 2999 കിട്ടിയത്. 3000 രൂപക്ക് നേരെ 50% ആണ് കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഇതിൽ നമുക്ക് എയർ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. എന്തായാലും ഇത് പൊട്ടിച്ചു നോക്കാം. നല്ലൊരു കളറാണ് കേട്ടോ, നല്ലൊരു കട്ടിപ്പച്ച കളറിൽ. അപ്പൊ ഈ ഒരു സാധനം അൺബോക്സ് ചെയ്യുമ്പോൾ ഇത്ര എക്സൈറ്റ്മെന്റിന് ചിരിയും ബാക്കിൽ വേറൊരു കഥയുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നതൊക്കെ മനസ്സിലാവും. കാരണം ഇത് ഇന്ന് 5 മണിക്ക് ഡെലിവറി ആകുമെന്ന് കണ്ടുകൊണ്ട് മക്കള് സ്കൂളിൽ പോകുമ്പോഴേ ഞാൻ പറഞ്ഞത് ഇന്ന് വരും, നമുക്കിന്ന് പപ്സ് ആക്കാന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവർ സ്കൂളിൽ പോയത്. അപ്പൊ പിന്നെ അവര് തിരിച്ചു വരുമ്പോഴത്തേക്ക് പപ്സെല്ലാം ഞാൻ 3 മണിക്ക് റെഡിയാക്കി. 5 മണിയാകുമ്പോൾ ഇത് എത്തുന്നില്ല വിശ്വാസത്തിൽ. പക്ഷെ ഇത് എത്തിയത് രാത്രി 7 മണിക്കാണ്. അതിൻ്റെതായ ഒരു കുഴപ്പമില്ല. അൺബോക്സ് ചെയ്യുന്ന സൈഡിൽ നിന്നേ ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഇതാണ് കേട്ടോ. കണ്ടോ, നല്ലൊരു കളർ. എനിക്ക് കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നേരത്തെ കാലത്ത് ഉണ്ടാക്കി വെച്ച പഫ്സ് ഇതിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് സാധനം ഒന്ന് ട്രൈ ചെയ്യണമെന്നുള്ള വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ചെയ്തതാണ്. അപ്പൊ ഇതാ അത് അതിലേക്ക് വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അതിന്റെ ടച്ചിന്റെ ആ ഒരു ഡിസ്പ്ലേ ഓൺ ആയി കിട്ടും. അപ്പൊ ആദ്യം തന്നെ കൺഫ്യൂഷൻ ഉണ്ട് ഇത് എങ്ങനെ ഇത് ഓൺ ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമ്മൾ അത് ആ മെനു സെലക്ട് നിലയിൽ ടച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ആദ്യം കാണുന്ന ഓപ്ഷൻ ഫ്രഞ്ച് ഫ്രൈസിലേക്ക് പോകും. രണ്ടാമത് ടച്ച് ചെയ്യുമ്പോൾ അടുത്തയിലേക്ക് പോകും. മൂന്നാമതും അങ്ങനെ നമുക്ക് ഏതാണോ വേണ്ടത്. അതിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, കേക്ക്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് മേലെ ഉണ്ട്. അപ്പൊ അത് സെലക്ട് ആണെങ്കിൽ ഇത് മെനു സെലക്ട് നിന്ന് ടച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പൊ അത് മാറി മാറി അടുത്തേക്ക് പോകും. അപ്പൊ നമുക്ക് വേണ്ടത് ഇപ്പം കേക്ക്സ് അല്ലെങ്കിൽ പഫ്സ്, അതിപ്പോ സമൂസയുടെ ചിഹ്ന, പിന്നെ പഫ്സ് ചെയ്യുന്നതുകൊണ്ട് സമൂസയിലേക്ക് എത്തുന്നത് വരെ ടച്ച് ചെയ്ത് അതിനുശേഷം ഇപ്പുറത്തെ സൈഡിൽ ടൈമിങ്, ക്ലോക്കിന്റെ ഇതുള്ളത് ടൈം, നമുക്ക് എത്ര ടൈം വേണമെന്നുള്ളത് കൂട്ടാനും കുറക്കാനും പറ്റും. ഇപ്പുറത്ത് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പം 200 ഡിഗ്രിയിലാണ് ഞാൻ വെച്ചത്. പഫ്സ് 200 ഡിഗ്രിയിൽ 10-15 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ സാധാരണ ഓവനിലെല്ലാം ചെയ്തെടുക്കുന്ന പോലെ. അങ്ങനെ തന്നെ ഇതിലും ഞാൻ സെലക്ട് ചെയ്ത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇടക്കിടക്ക് തുറന്ന് നോക്കേണ്ടി വന്നേ. ആയോ, കരിഞ്ഞു പോയി, ഇതിന്റെ ഒന്നും അറിയുന്നില്ലല്ലോ. ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമുക്ക് ഇടക്ക് വേറെ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. നമ്മൾ ഒരു ഭാഗം കുക്കായി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 10 മിനിറ്റ് വേവിക്കുന്നെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് മറിച്ചിട്ടിട്ട് അടുത്തത് വേവിച്ചെടുക്കണം. എന്നാലേ രണ്ട് സൈഡിൽ നന്നായിട്ട് കുക്കായി കിട്ടും. പിന്നെ ഇടക്ക് വെച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം ടച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനോ റീസ്റ്റാർട്ട് ചെയ്യാനോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലായി സ്റ്റോപ്പ് ആവും. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. കണ്ടോ, അപ്പൊ ആയിട്ടില്ല. അപ്പൊ തിരിച്ച് അതുപോലെ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എവിടെ നിന്നാണോ സ്റ്റോപ്പ് ആയത് അവിടെ തന്നെ വീണ്ടും സ്റ്റാർട്ട് ആവും. നമ്മൾ പിന്നെ ഒന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ പഫ്സ് കറക്റ്റ് 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് കൊണ്ട് അടിപൊളിയായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഒന്നും ഓയിൽ ഇല്ലാണ്ടല്ലേ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ചെയ്യാന്നുണ്ട്. അപ്പൊ എല്ലാവരും വിചാരിക്കും ക്രിസ്പി ആവുമെന്ന്. ഞാനും അങ്ങനെ വിചാരിച്ചത്. വീട്ടിലെല്ലാവരും അതാ പറഞ്ഞുകൊണ്ടിരുന്നത്, വേസ്റ്റ് അത് പൊരിഞ്ഞ പോലെ കിട്ടില്ല എന്നുള്ളത്. പക്ഷെ കണ്ടോ, നിങ്ങൾ അടിപൊളിയായിട്ട് അത് പെർഫെക്റ്റ് ആയിട്ട് ലെയർ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനത്തെ സാധനം ട്രൈ ചെയ്തിട്ട് പിന്നെ എന്തായാലും വേറെ വീഡിയോ ചെയ്യാട്ടാ. എന്തായാലും സാധനം അടിപൊളിയാണ്. ഇപ്പം ഇതുവരെ യൂസ് ചെയ്തിടത്തോളം ഈ ഒരു റേറ്റിന് അതാണ് കേട്ടോ ഹൈലൈറ്റ്. ഈ ഒരു 3000 രൂപക്ക് ഈ ഒരു 4.5 ലിറ്ററിന്റെ ഈ ഒരു സാധനം അടിപൊളി. അതും പിജിയൻ 2 വർഷം വാറന്റി ഒക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓഫർ കഴിയുന്നതിന് മുമ്പിൽ ആർക്കെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് വാങ്ങിക്കും. ഓണത്തിന്റെ എന്തെന്ന് അറിയില്ല, ഇപ്പൊ നല്ല 50% ഓഫിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ട് ഇടക്ക് ഷോർട്ട് സൈറ്റിൽ ഇടാം. എന്തായാലും സാധനം അടിപൊളിയാണ്. വേണമെന്നില്ലാക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ എല്ലാവരും വാങ്ങിക്കാം.